നാട്ടിൽ നിന്ന് സൗദിയിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് എൻ്റെ ഓൺലൈൻ ബൊട്ടിക്കിനെ തന്നെയാണ്. ആ ഒരു വിഷമം കൊണ്ട് തന്നെ ആവണം ഹസ്ബൻഡ് എന്നോട് ഒരു മെഷീൻ മേടിക്കാൻ സപ്പോർട്ട് ചെയ്തു. മെഷീൻ മേടിക്കാൻ ഞങ്ങൾ തമാമിലാണ് വന്നത്. കുറേ ബ്രാൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടാത്തതും എന്നാൽ പവർ മെഷീന് രാജാവായി അറിയപ്പെടുന്ന ജുക്കിയും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ്, എംബ്രോയ്ഡറി മെഷീൻസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ള ജാക്ക് F5 തന്നെയാണ് ഇവിടെയും വാങ്ങിച്ചത്. എൻ്റെ ഒരു അത്യാവശ്യ പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ തന്നെ വാങ്ങിച്ചത്. ഇപ്പോൾ ജുക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ റേറ്റുള്ള മെഷീൻസ് വാങ്ങിച്ചാൽ നമ്മളിത് എന്നാണ് ഇവിടെ നിന്ന് മാറുന്നതെന്ന് അറിയാത്തത് കൊണ്ടും അത് വേണ്ടാന്ന് വെച്ചു. എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് ഒരുപാട് ഹാപ്പിയായി. കാരണം എൻ്റെ ഒരു ബന്ധു തന്നെ ഇവിടെ വന്ന പോലെ എനിക്ക് തോന്നി. മെഷീനും ടൈലറിങ് അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് എനിക്കൊരു റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് മുഴുവനും ഗ്ലാസ് ആണ്, അതുകൊണ്ട് നല്ല വെട്ടമുണ്ട് റൂമിൽ. അതുപോലെ നമ്മൾ ക്യാമറയാണെങ്കിലും നല്ല ക്ലാരിറ്റിയിൽ ഈ ഒരു വട്ടത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മെഷീനൊക്കെ സെറ്റാക്കി സന്തോഷമായി. ഞാനൊരു റവ കേസരി ഉണ്ടാക്കിയേ, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ അത് സെറ്റായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഡ്രൈവ് ചെയ്തു. ഡ്രൈവിങ് ഇവിടെ വന്ന് സെറ്റായി. റസ്തനൂറ ബീച്ച് ഞങ്ങളുടെ അടുത്തുള്ളതാണ്. അവിടെ പോയി. കുട്ടികൾക്ക് സ്പ്ലാഷ് പാർക്ക് ഉണ്ട് അവിടെ 2 പേർക്ക് ഒരുപാട് സന്തോഷമായി. ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിക്കാം. അടുത്ത് തന്നെ ബീച്ചുണ്ട്. വളരെ കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഓടാനും ചാടാനും പാർക്കിലും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അങ്ങനെ സൗദിയിലെ ഷോർട്ട് വീഡിയോസൊക്കെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഓൺലൈൻ ബൊട്ടിക്കും ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. ദെൻ താങ്ക് യു.